നമ്മളൊക്കെ കോൺഗ്രസ്, തൃണമൂലും കോൺഗ്രസിനല്ലേ? നീ ഇപ്പൊ പിണറായി പറഞ്ഞില്ലേ കോൺഗ്രസ് എവിടുന്നാ വന്ന്? നമ്മൾ ബേസിക്കലി വി ആർ കോൺഗ്രസ്. നിങ്ങൾ കോൺഗ്രസ് ആയിരുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അപ്പൻ്റെ അപ്പം കോൺഗ്രസ് ആയിരിക്കും അല്ലേ? അല്ലേ? ആണല്ലോ. ഇവിടെ ഇരിക്കുന്ന ആരെ കോൺഗ്രസ് അല്ലാത്ത അല്ല EMS കോൺഗ്രസ് അല്ലായിരുന്നോ? AKG കേളപ്പം ആരെ കോൺഗ്രസ് അല്ലാത്തത്? കോൺഗ്രസ് ബ്ലഡ് അല്ലാത്ത ആരല്ലത്? പിന്നുള്ളത് മറ്റേ RSS ബ്ലഡാ. ഈ 2 ബ്ലഡ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സാധനം ഉണ്ടാവില്ലേ? അതെ അതെ അതെ. ആ ബ്ലഡ് കയറ്റിയപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് അബ്ദുറഹ്മാൻ എടുത്ത പോലെ ഞാൻ മെമ്പർഷിപ്പ് എടുക്കാനൊന്നും ആയിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ CPM സഹകരിച്ചത്? 2 കാര്യമാണ്. ഒന്നെന്താ അവരുടെ സെക്കുലർ മനോഭാവം, രണ്ടെന്താ ആന്റി ഫാസിസ്റ്റ്. അത് രണ്ടും പോയി. RSS, അതായത് RSSന്റെ കൊടി എന്തായാലും കളർന്ന് പറയാം, കാവിക്കൊടി കെട്ടേണ്ട സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെങ്കൊടി കെട്ടിയിട്ട് കാവിയുടെ രാഷ്ട്രീയം നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി പിണറായി ആയിരിക്കും. അത് എൻ്റെ കണ്ണിൽ കണ്ടതുപോലെ എനിക്ക് ബോധ്യപ്പെട്ടത്. പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ നിൽക്കും? അതാണ് ഇതിലുണ്ടായ വിഷയം. നമുക്ക് അവസാനിപ്പിക്കാം. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ബംഗാളി ഒരു അധ്യാപകനെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഖേദമില്ല. എഴുന്നേറ്റു മാപ്പുകളുടെ ഒരു ഘോഷയാത്ര കൂടി കണ്ടു അല്ലേ? എന്ന് മാത്രമല്ല, PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കണം UDFന്റെ രാഷ്ട്രീയ അജണ്ട എന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയം വളരെ നല്ല രീതിയിൽ മലപ്പുറം ജില്ലയിലും നമുക്ക് അങ്ങനെ കുറച്ച് അനുയായികൾ ഒരു 15 ലക്ഷം പേരുണ്ട്. ആസാമെന്നുണ്ട് ഏകദേശം 10-15 ലക്ഷം ആളുകൾ. ഇവർക്കൊക്കെ രീതിയാണ്. സ്വാഭാവികമായിട്ടും അവരെയൊക്കെ നമ്മൾ യൂസ് ചെയ്യും, യാതൊരു തർക്കമില്ല. കാരണം അവർക്കൊക്കെ ഇവിടെ വോട്ടേഴ്സ് ആവാം, ഇവിടെ പ്രവർത്തിക്കാം. ഇത് ഇന്ത്യയാണല്ലോ. അപ്പോൾ ആ ഒരു മുന്നേറ്റം കൂടി പ്രതീക്ഷിക്കാം. അങ്ങനെ വിട്ടുപോയതാ. ഇനിയിപ്പോൾ അതിനെ ട്രോളാൻ നിൽക്കേണ്ട ട്രോളിക്കോട്ടെ. മനസ്സിലായില്ലേ? അതായത് ബംഗാളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടെ ഒരുപാട് ജോലിക്ക് എത്തിയിട്ടുണ്ടല്ലോ, അവർ കൂടി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുമെന്നുള്ള ചോദ്യമായിരുന്നു. അതിനാണ് അദ്ദേഹം പറഞ്ഞത് അതും കൂടി ആ സാധ്യതകൾ കൂടി താൻ പരിശോധിക്കുമെന്ന്.